ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. +2 പരീക്ഷയിൽ 6ാം വർഷവും തുടർച്ചയായാണ് 100% വിജയം സ്കൂൾ കൈവരിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാവരും ടീച്ചർമാരെല്ലാവരും കൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരെന്ത് ഉദ്ദേശവും അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പകർത്തി നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് ഉതകുന്നതായ നല്ലൊരു പാസ്, നല്ലൊരു പേഴ്സൻ്റേജ് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊരു ചവിട്ടുപടിയാണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരുപക്ഷെ അഡ്മിഷൻ കിട്ടാൻ നമുക്ക് പൊളിറ്റിക്കലായിട്ടോ ലോക്കലായിട്ടോ പ്രഷറൈസ് ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ മേടിക്കാം. അഡ്മിഷൻ മേടിക്കൽ മാത്രമാകില്ല. നമ്മൾ തന്നെ അവർ ഒരു കുട്ടി ഈ ജോയിൻ ചെയ്യുമെന്ന് പറയുന്ന പോലെ ആയിരിക്കണം. ഒരു നല്ല സ്വിമ്മറാണെങ്കിൽ, നല്ലൊരു സാംസ്കാരിക രംഗത്ത് ഷെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ സ്കൂളിൽ തന്നെ വിളിക്കും. നല്ല വോളിബോൾ പ്ലെയർ ആണെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ. അപ്പോൾ അതേപോലെ നമ്മൾ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നല്ലോണം കുറച്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവർക്കും നമ്മളെ വേണം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയരണം. എന്നാൽ തന്നെ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. നിങ്ങളതിന് കഴിവുള്ളവരാണ്. ആ കഴിവ് നല്ലവണ്ണം ഉപയോഗിക്കണം. കരുമാഷത് ശ്രീജിഷ് മാഷ പറഞ്ഞല്ലേ, പണ്ടത്തെ എക്സാം പോലെയുള്ള ഇപ്പോൾ വളരെ കൂലങ്കഷമായിട്ട് വളരെ കൃത്യമായിട്ട് ഡിജിറ്റലായിട്ടും അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഒരു ഫോൾട്ടും വരാത്ത, ഒരു ഫോൾട്ടും കാണിക്കാത്ത നിലയ്ക്കുള്ള എക്സാമിനേഷനുകളാണ്. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് DDE KH സാജൻ മുഖ്യാതിഥിയായി. സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് കേവലം റിസൾട്ടിന്റെ ഒരു മികവ് മാത്രമല്ല, എല്ലാ മേഖലയിലും ഇപ്പോൾ കലോത്സവത്തിലായാലും കായികമേളയിലായാലും ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകളിലായാലും ഒക്കെ വലിയ മികവാർന്ന വിജയങ്ങൾ ഈ സ്ഥാപനം വർഷങ്ങളായിട്ട് നേടുന്നുണ്ട്. ഞാൻ 2010 മുതൽ 17 ജൂൺ വരെ നാട്ടിക ഫിഷറീസ് സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്നു. അന്ന് എനിക്കറിയാം ഇവിടുത്തെ പ്രകടനം, അധ്യാപകരുടെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള സേവനവും കുട്ടികളോടുള്ള അവരുടെ മനോഭാവവും ഒക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ വളരെയേറെ പ്രൗഢിയുള്ള ഒരു ചടങ്ങിലാണ് ഞാൻ സംബന്ധിക്കുന്നത്. ഞാൻ നേരത്തെ ഭാഷയോട് സൂചിപ്പിച്ചു, സത്യത്തിൽ കുറെ കൂടെ വിപുലമാക്കാമായിരുന്നു ഇത്. ഈ ഒരു പരിപാടി വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിട്ടുള്ള ഒരു ചടങ്ങായിട്ടൊക്കെ ഇത് മാറും. മന്ത്രിമാരൊക്കെ സംബന്ധിക്കുന്ന വലിയൊരു എക്സ്പോഷർ. പക്ഷേ ചന്ദ്രാപിന്നി സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ എക്സ്പോഷർ ഉണ്ട്. ഇപ്പോൾ അഡ്മിഷനൊക്കെ അതിൻ്റെതായിട്ടുള്ള തള്ളിച്ചുണ്ടാവും. അത് ഈ എയ്ഡഡിലായാലും എനിക്കോട് അൺഎയ്ഡഡിലായിരിക്കും കൂടുതൽ. ഞാൻ തന്നെ പലരെയും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ ബെൽറ്റിലുള്ള തൃപ്രയാർ, പലപ്പാട്, ഇടമത്തെ ഈ ബെൽറ്റിലുള്ളവരൊക്കെ എന്നോട് അഭിപ്രായം എൻ്റെ നാട്ടിലാണെങ്കിൽ പോലും. പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VB സജിത്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഇംഗ്ലീഷ് മീഡിയം LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK അബ്ദുൾ മജീദ്, സ്റ്റാഫ് സെക്രട്ടറി പ്രഭിത പ്രതാപൻ, മറ്റു അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രം സംക്ഷിപ്തമായി ഇവിടെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. 2014 തുടങ്ങിയ വിദ്യാലയം പിന്നീട് 2018 ഞങ്ങൾ ഇവിടെ പോസ്റ്റൊക്കെ ആയിട്ട് അധ്യാപകരെല്ലാം എത്തുന്നത്. ഞാനും സൈത്ത് മാഷും ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോഴും എന്താ പറയുക, സ്കൂളിൻ്റെ ഒരു ആദ്യ വയസ്സുകളിലാണ്, ചെറിയ പ്രായത്തിലുള്ള ക്ലാസ്സുകളിലാണ് പോയിരുന്നത്. പിന്നീടാണ് സൈത്ത് മാഷിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉള്ള ഒരു ടീം, ഞങ്ങളുടെ ടീം തന്നെയാണ് ഈ മാറ്റങ്ങൾ വരുത്തിയെടുത്തത്. വലിയ ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ അധ്യാപകരുടെ പ്രയത്ന ഫലമായിട്ട് ഞാൻ എല്ലാവരോടും
പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ അധ്യാപകരാണ് ഞങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫലം ഞങ്ങളുടെ അധ്യാപകരാണ്. ഏത് കാര്യത്തിലും എപ്പോഴും കുട്ടികളോടൊപ്പം നിൽക്കുന്ന, ഏത് ശനിയാഴ്ചയും ഞായറാഴ്ചയും പോലും ക്ലാസ് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന, സൈദ് മാഷ് പ്രിൻസിപ്പളായപ്പോൾ ഞാൻ പ്രിൻസിപ്പളാകുമ്പോഴൊക്കെ പറയുന്ന ടീച്ചർമാരോട് പറയുന്ന അരുതേ എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞായറാഴ്ച അധികം വേണ്ട ടീച്ചറിനെ അല്ലെങ്കിൽ മാഷേ എന്ന് പറയും. അതാണ്. അല്ലെങ്കിൽ 8 മണി വരെ ഒന്നും എടുക്കല്ലേ, രാത്രി 8 മണി വരെയൊക്കെയാണ് അധ്യാപകർ എടുക്കുക ഇവിടെ. ഇപ്പോൾ ശ്രീകാന്ത് മാഷ പോലുള്ളവർ രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ നിൽക്കുന്നവരാണ്. പ്രദീപ് മാഷ്, രാജേഷ് മാഷ്, അങ്ങനെ ഓരോരുത്തരെ എടുത്തു പറഞ്ഞാലും അധ്യാപകർ മാത്രമല്ല ടീച്ചർമാരും അങ്ങനെ കൃത്യമായ പ്രയത്ന ഫലം തന്നെയാണ് നമ്മൾ 100% വിജയം ആഘോഷിക്കുന്നത്. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.